ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ വന്നിട്ട് കിട്ടിക്കൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തേത്. അപ്പോൾ നമ്മളൊക്കെ എന്താണോ ചോദിക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ലാലേട്ടൻ വന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടൻ ഫസ്റ്റ് തന്നെ വന്നിട്ട് ചോദിക്കുന്നത് എന്താണ് പേഴ്സണൽ സ്പേസ് എന്നുള്ളതാണ്. സോ പേഴ്സണൽ സ്പേസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. സോ അവരുടെ അടുത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് സിജോയുടെ റോക്കിയുടെ ഇഷ്യൂ ആണ്. സോ ലാലേട്ടൻ റോക്കിൻ്റെ നെയിമൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിലും ആ ഇഷ്യൂ ആണ് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും സിജോനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പം ശ്രീരേഖയും ശരണിയും മാത്രം എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. അവർ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിജോയുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കി ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവരാരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലേട്ടൻ ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയണത് ഞാനത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നമ്മളിവിടെ ഒരു കോമ്പറ്റീഷനാണ് വന്നിരിക്കുന്നതെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫാമിലി പോലെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു ആക്സിഡൻ്റ് ആയി പോയതിന് ശേഷം അത് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എത്ര സെൽഫിഷായ ക്യാരക്ടറാണ് ജാസ്മിൻ്റെതെന്ന്. യാതൊരു വിധത്തിലുള്ള എമ്പതിയും ജാസ്മിനും മറ്റുള്ളവരുടെ അടുത്തില്ല. അപ്പം എന്താണ് ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പോലും ജാസ്മിനെ അറിയുന്നില്ല. ആളുകൾക്ക് എന്ത് സംഭവിച്ചാലും ആക്സിഡൻ്റ് ആയാലും അവിടെ മരിച്ചാലും എന്തായാലും എനിക്ക് വിന്നർ ആവണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ജാസ്മിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് സിജോയുടെ എൻട്രി ആണ്. സിജോനെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിഷമമൊക്കെ വരുന്നുണ്ട്. അപ്പം അദ്ദേഹം എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നമ്മുടെ ജിൻഡോയുടെ അടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ജിൻഡോയുടെ ഉറക്കത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ജയിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരം എന്തും ചെയ്യുന്നുള്ളത്. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കള്ളത്തരവും പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്തൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് അവർ ബിഹേവ് ചെയ്യുന്നത്. ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ് 24 hours ലാലേട്ടൻ കാണുന്നുണ്ടോ എന്ന് അറിയുന്നില്ല എന്ന്. അപ്പോൾ ലാലേട്ടൻ്റെ ക്രെഡിബിലിറ്റിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മളെ റസ്മിൻ ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇത് ലെജൻഡായ ഒരു വ്യക്തിയുടെ അടുത്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കുന്നത്. ജാസ്മിനായാലും റസ്മിനായാലും അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആയാലും ഈ സീസണിലെ ആരും തന്നെ നമ്മളെ ലാലേട്ടന് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഈ സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കര ഹെയർലെസ് ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത യാതൊരുവിധ മര്യാദയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സീസണിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.